നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഭരണി നക്ഷത്രക്കാരുടെ 2025 വർഷഫലത്തെക്കുറിച്ചാണ്. അതായത് 2025 ജനുവരി മാസം 1-ാം തീയതി മുതൽ ഡിസംബർ 31-ാം തീയതി വരെയുള്ള വർഷഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ മാസങ്ങളിൽ മാനസികമായി അനുഭവിച്ചുകൊണ്ടിരുന്ന പല ദുഃഖങ്ങൾക്കും ശമനമുണ്ടാകുകയും ശത്രുതയിലുള്ള ബന്ധുക്കളുമായി രമ്യതയിൽ കഴിയുകയും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലി ലഭിക്കുകയും സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ജോലിയിൽ സ്ഥാനമാറ്റത്തിനും സാധ്യത, കൂട്ടുകച്ചവടത്തിൽ അഭിപ്രായ ഭിന്നത ഉടലെടുക്കും, പുതിയ ഗൃഹത്തിൽ താമസം തുടങ്ങും, വ്യാപാരികൾ പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കും, വിശ്വാസവഞ്ചനയ്ക്ക് ഇരയാകുകയും വിവാഹകാര്യങ്ങളിലെ മെല്ലെ പോക്ക് തുടരുകയും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ഫലമാകുന്നു. പരിഹാരമായി വിഷ്ണുവിന് പാൽപായസം നടത്തുകയും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാകുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ ഈ മാസങ്ങളിൽ വസ്തു വാങ്ങുവാനുള്ള തടസ്സങ്ങൾ നീങ്ങുകയും വിവാഹകാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയും പുതിയ ബിസിനസ്സുകൾക്ക് തുടക്കം കുറിക്കുകയും ധനനഷ്ടത്തിനും സാധ്യത, സുഹൃത്തുക്കൾ വേണ്ട സമയത്ത് സഹായിച്ചെന്ന് വരികയില്ല, പ്രേമകാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും, ധനനഷ്ടത്തിന് സാധ്യതയുള്ളതിനാൽ ക്രയവിക്രയത്തിൽ ശ്രദ്ധ പുലർത്തണം. ജോലിയിൽ ഇടവിട്ട് ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകുകയും മനസ്സ് കലുഷിതമാകുകയും താമസസ്ഥലം മാറേണ്ടതായി വരികയും ബന്ധുക്കളുമായി വാക്കുതർക്കത്തിന് സാധ്യതയുണ്ടാകുകയും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും ഫലമാകുന്നു. പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നത് ഉത്തമമാകുന്നു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ദൈവാനുകൂല്യം ഉണ്ടാകുമെങ്കിലും ജോലിസ്ഥലത്ത് അപകടങ്ങൾക്ക് സാധ്യത കാണുന്നു. വ്യവഹാരത്തിൽ വിജയിക്കുകയും പൂർവിക സ്വത്ത് കയ്യിൽ വന്നു ചേരുകയും മനസുഖം അനുഭവിക്കുകയും വരുമാനം വർദ്ധിക്കുകയും പുത്തൻ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവ ലഭിക്കുവാനും യോഗം കാണുന്നു. പിതാവിന് രോഗബാധയുണ്ടാകുവാൻ സാധ്യത ഏറുന്നു. യാത്രകൾ ധാരാളം ചെയ്യേണ്ടി വരും. ജോലിസ്ഥലത്ത് എതിർപ്പുകൾ നേരിടേണ്ടി വരും. ജോലിയിൽ സ്ഥലം മാറ്റം ഉണ്ടാകുകയും വിദ്യാർത്ഥികൾക്ക് അലസതയുണ്ടാകുകയും വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി ധാരാളം പണം ചിലവാക്കേണ്ടി വരികയും ഫലമാകുന്നു. പരിഹാരമായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാകുന്നു. ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നതും ഉത്തമമാകുന്നു. ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ മാസങ്ങളിൽ സുഖഭോഗങ്ങൾക്കായി ധാരാളം പണം ചിലവഴിക്കുകയും ബന്ധുക്കളുമായി രമ്യതയിൽ വർത്തിക്കുകയും വിദേശത്തു പോകുവാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹം സഫലമാകുകയും സന്താനങ്ങളിൽ നിന്ന് സഹായം ലഭിക്കുകയും പുതിയ ഗൃഹം വാങ്ങുവാനോ പണി തുടങ്ങുവാനോ അനുകൂല കാലഘട്ടമാകുന്നു. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല കാലഘട്ടവുമാണ്. മാതാവിൻ്റെ ആരോഗ്യത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടി വരും. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി ധനം ചിലവഴിക്കേണ്ടി വരികയും ഫലമാകുന്നു.